ഗൈസ്, ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇടുക്കി കോട്ടയം ബോർഡറായ വാഗമൺ എന്ന സ്ഥലത്ത് കുരിശുമലയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. 1958 ഈ കുരിശുമല സ്ഥാപിച്ചത്. ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ്. നമുക്കൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും മാറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ കുരിശുമല ഒത്തിരി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതും. ഗൈസ്, പിന്നെ ഞാൻ ലൈബ്രറിനായിട്ട് വർക്ക് ചെയ്ത 7 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അത് ഇരാറ്റുപേട്ടയിലെ BEd കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഗൈസ്, നമ്മൾ 14 സ്ഥലത്തിൻ്റെയും പിന്നെ ഒരു പരുന്ത് പറക്കുന്നതിൻ്റെയും അതിൻ്റെ എല്ലാം വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു മുരുകന്മല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടേക്ക് ഇങ്ങനെ മഞ്ഞ് വരുന്നതിൻ്റെ എല്ലാം വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അങ്ങനെ ഞാൻ വാഗമൺ കുരിശുമലയുടെ കവാടത്തിന് മുമ്പിനാണ് നിൽക്കുന്നത്. 1904 മുതൽ ഈ കുരിശുമല ഉണ്ട്. റോഡിൻ്റെ 2 സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്. അത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഗൈസ്. അങ്ങനെ ഞാൻ മലയും തേയിലത്തോട്ടങ്ങളെല്ലാം കണ്ട് നീങ്ങുകയാണ്. എൻ്റെ മുമ്പിലൊരു ബസ് കയറി പോകുന്നുണ്ട്. അത് വാഗമൺ കുരിശുമലയിലേക്കാണ്. ഇതിൻ്റെ ഇടത്തെ സൈഡിലാണ് മുരുകമല സ്ഥിതി ചെയ്യുന്നത്. വലത്തെ സൈഡിലാണ് വാഗമൺ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വലത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്. ഗൈസ്, അങ്ങനെ മുമ്പോട്ട് നടന്നു നീങ്ങിയപ്പോൾ വലത്തെ സൈഡിലായിട്ട് ഒരു കുരിശുപള്ളി കണ്ടു. നമുക്ക് മുമ്പോട്ട് നടന്നു നീങ്ങാം. ഇത് ഇടത്തെ സൈഡിലായിട്ട് ഒരു മാതാവിൻ്റെ രൂപമുണ്ട്. ഇതിൽ ഞാൻ മുഴുവൻ ഷൂട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ വിഷ്വൽസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല കാഴ്ചകളാണ് ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഓരോ ഭാഗത്തും. നമുക്ക് മുകളിലോട്ട് നടന്നു നീങ്ങാം അടുത്ത രൂപത്തിലേക്ക്. കണ്ട ഗൈസ്, അങ്ങ് അകലെയായിട്ട് നമുക്കൊരു മയിലിനെ കാണാൻ പറ്റും. പക്ഷെ അത് രൂപമാണ്. നമുക്കിതിൻ്റെ ടോപ്പിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് ശരിക്കും നമുക്ക് മുരുകന്മല ക്ഷേത്രവും കാണാം, മയിലിനെ നമുക്ക് ശരിക്കും കാണാം. അങ്ങനെ ഞാൻ ഈ നട കയറി മുകളിലോട്ട് നീങ്ങുകയാണ്. ഗൈസ്, അങ്ങനെ ഞാൻ ചുറ്റിനും ക്യാമറ ഇട്ടൊന്ന് ഓടിച്ചു. നല്ല വ്യൂ പോയിൻ്റാണ്. അങ്ങനെ നമ്മൾ അടുത്ത രൂപത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മയിലിനെയും നമുക്ക് മുരുകന്മലയൊക്കെ ശരിക്കും കാണാൻ പറ്റും. ഗൈസ് കണ്ടോ, അങ്ങ് അകലെയായിട്ട് മഞ്ഞ് കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഗൈസ്, അങ്ങനെ മുരുകന്മല ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നാണ് ഈ മഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് മുമ്പോട്ടൊന്ന് നടന്നു നീങ്ങാം. ഗൈസ്, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുരിശുമലയുടെ ഭാഗം നമുക്ക് കാണാൻ പറ്റും. ആ മലമുകളിലാണ് കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കുരിശുമലയുടെ ആദ്യത്തെ സ്ഥലത്ത് നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് മുകളിലോട്ട് കയറി. ഇവിടെ എനിക്ക് ഒത്തിരി നൊസ്റ്റാൾജിയ ഉള്ള സ്ഥലമാണ്. ഞാനിവിടെ 4 പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതാണ് ഈ കുരിശുമലയിൽ. അന്ന് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ആദ്യത്തെ പ്രാവശ്യം ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ കുരിശുമലയിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് നാട്ടിലെ കൂട്ടുകാരെയും കൂട്ടി ഞാനിവിടെ വന്നു. അത് കഴിഞ്ഞ് എൻ്റെ അനിയനെയും കൂട്ടി ഞാനിവിടെ വന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. ഗൈസ്, അങ്ങനെ ഞാൻ മുമ്പോട്ട് നടന്ന് നീങ്ങുകയാണ്. ഇവിടെ ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ ഓരോ സ്ഥലവും പ്രാർത്ഥിച്ച് നീങ്ങുമ്പോഴും മനസ്സിനൊരു ശാന്തിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഗൈസ്, ചുറ്റിനും പാറക്കൂട്ടങ്ങളാണ്. അതിൻ്റെ നടുവിൽ കൂടി വേണം നമുക്ക് നടന്ന് നീങ്ങാൻ. ഇതിൽ കൂടെ നടന്ന് വേണം നമുക്ക് മുകളിൽ എത്തിച്ചെല്ലാൻ. അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. അത് ഒരുപാട് ഉയരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നതും. ഗൈസ്, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഗൈസ്, മഞ്ഞിങ്ങനെ വന്ന് വീടുന്ന് നമുക്ക് കാണാൻ സാധിക്കും ഓരോ മലയിലും. ഗൈസ്, അങ്ങനെ ഞാൻ അടുത്ത സ്ഥലത്തെത്തി. ഇവിടെ ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് ഞാൻ ഫുള്ള് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ഗൈസ്, അങ്ങനെ കുരിശുമലയിലെ ഓരോ സ്ഥലത്തും കയറി പോകുമ്പോൾ ഇതിൻ്റെ ഉയരം കൂടിക്കൂടി വരികയാണ്. അങ്ങകലെയായിട്ട് മുരുകന്മലയിലും ഇങ്ങനെ മഞ്ഞ് വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് മുകളിലോട്ട് നടന്നു നീങ്ങാം. ഗൈസ്, ഇതിൻ്റെ മുകളിലേക്ക്
കയറും തോറും ഉയരം കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭംഗിയും കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ഇതേ കുരിശുമലയിലേക്ക് മഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് നടന്ന് നീങ്ങാം. കാറ്റ് വീശുന്നതിൻ്റെയും നടന്ന് നീങ്ങുന്നതിൻ്റെയും എല്ലാം സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ കുരിശുമലയിൽ ക്രിസ്ത്യൻ ഭക്തിഗാനം ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിനെ ബാധിക്കുമായിട്ടാണ് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 11, 12, 13, 14 സ്ഥലങ്ങളിൽ ഞാൻ വീഡിയോയുടെ സൗണ്ട് ഓൺ ആക്കിയിട്ടുണ്ട്. ഗൈസ്, ഈ പാറയുടെ മുകളിലിരിക്കുന്ന കുരിശിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തിലേക്കുള്ള ദൂരം എന്തേരം മാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും ഗംഭീരമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രകൃതി സൗന്ദര്യവും അതിമനോഹരമാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിൻ്റെ ഓരോ സ്ഥലത്തും നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ചാണ് ഞാൻ ഇവിടെ മുന്നോട്ട് നീങ്ങുന്നത്. ഗൈസ്, അങ്ങനെ നടന്ന് നീങ്ങിയപ്പോൾ ദേ അടുത്തായിട്ട് സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടു. പിന്നെ ഇത് അടുത്ത സ്ഥലത്തേക്ക് ഒരു വലിയൊരു പാറയുടെ മുകളിലാണ് അടുത്ത സ്ഥലം. ഗൈസ്, അങ്ങനെ ഓരോ സ്ഥലവും നീങ്ങുമ്പോഴും ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പഴയ കൂട്ടുകാരെയും എല്ലാവരും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് സങ്കടമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും എപ്പോഴും ഞാൻ ഈ കുരിശുമല കയറാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്നാലൊരു മനസ്സിനൊരു സമാധാനവും ശാന്തിയും എല്ലാം എനിക്ക് ലഭിക്കാറുമുണ്ട്. ഗൈസ്, എന്ത് ഭംഗിയെന്നറിയാം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഓരോ സ്ഥലത്ത് നീങ്ങുമ്പോഴും ഉയരം കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രകൃതി ഭംഗിയും കൂടിക്കൂടി വരികയാണ്. നമുക്ക് മുമ്പോട്ട് നടന്നു നീങ്ങാം. അടുത്ത സ്ഥലത്തേക്ക് കണ്ടോ എന്തുമാത്രം ദൂരമുണ്ടെന്ന്. ഇതുണ്ടോ, ഇത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം വരി വരിയായിട്ട് ഓരോ സ്ഥലങ്ങളും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നടന്ന് നീങ്ങാം ഫ്രണ്ടിലോട്ട്. ഗൈസ്, അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും എൻ്റെ ഓരോരോ പടികളാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് ചെല്ലാൻ വേണ്ടിയും ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ഓരോരോ പടികളും ചവിട്ടി നിങ്ങൾ ഉയരങ്ങളിലേക്ക് ചെല്ലട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗൈസ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളും വീഴ്ചകളും എല്ലാം ഉണ്ടാവും. അത് തരണം ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അത് തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് നീങ്ങുക. അങ്ങനെ ഞാൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് ചെല്ലുമ്പോഴും അവിടെ നിന്നുകൊണ്ട് ഒരു സെൽഫി വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാറുണ്ട്. ഗൈസ്, അങ്ങനെ ഞാൻ നടന്ന് നീങ്ങുമ്പോഴും എല്ലാം ഞാൻ ചിന്തിക്കുന്ന ഒറ്റ മൈൻഡേ ഉള്ളൂ, ഇവിടുത്തെ വിഷ്വൽസ്, ഓരോ സ്ഥലത്തിൻ്റെയും കാഴ്ചകൾ, പ്രകൃതി ഭംഗികൾ, മഞ്ഞ് പെയ്യുന്നതും കാറ്റ് വീശുന്നതും അതിൻ്റെ എല്ലാം വിഷ്വൽസ് ഷൂട്ട് ചെയ്യുക എന്നുള്ള മാത്രം ഒറ്റ ലക്ഷ്യത്തോടെയാണ്, ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ ഈ വിഷ്വൽസ് എല്ലാം സത്യത്തിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രേക്ഷകർ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പ്രകൃതി സ്നേഹിയാകാനും വേണ്ടി മാത്രമാണ്. ഗൈസ്, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുരിശുമല ആശ്രമം കാണാൻ സാധിക്കും. അവിടുത്തെ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും. അതെന്ത് ഭംഗിയിലാണ് അവരത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
ഗൈസ് അങ്ങനെ ഞാൻ മുൻപോട്ട് നടന്നു നീങ്ങുകയാണ്. ഗൈസ് അങ്ങകലെയായിട്ട് നമുക്ക് കുരിശുമലയിലെ പള്ളി കാണാൻ നമുക്ക് സാധിക്കും. നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു നീങ്ങാം. ഗൈസ് അങ്ങനെ നമ്മൾ 11ാം സ്ഥലത്തെത്തി. ഈ 11ാം സ്ഥലത്തെത്തിയപ്പോൾ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. അത് നിങ്ങളെ കാണിക്കാം. ഗൈസ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ കണ്ടോണം, മുരുകൻ മലയിലേക്ക് ഇതേ മഞ്ഞ് ഫുള്ള് വന്നിങ്ങനെ പെയ്തിങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ് ഗൈസ്. പക്ഷെ കാഴ്ച ഇതൊന്നുമല്ല. ഇപ്പം നിങ്ങളെ കാണിക്കാവേ. ഇതേ ഗൈസ് ഒരു പരുന്ത് ഇങ്ങനെ വട്ടമിട്ടിങ്ങനെ പറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു ഗൈസ്. അതിൻ്റെ വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളിവിടെ മുതൽ നമ്മുടെ വീഡിയോയുടെ സൗണ്ട് ഓൺ ആക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു കുരിശ് കണ്ടു. അങ്ങനെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മളെത്തി. ഇതാണ് ഗൈസ് 13ാം സ്ഥലം. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കുരിശുപള്ളി കാണാൻ സാധിക്കും. ഗൈസ് ഇവിടെ നിന്ന് നമുക്ക് വലത്തോട്ടൊന്ന് നടന്നു നോക്കാം. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഗൈസ് കണ്ടോ എന്ത് അടിപൊളിയാന്ന് നോക്കിയേ. ആശ്രമവും ആ പാറയും അതൊക്കെ കാണാൻ എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. എത്രമാത്രം ഉയരത്തിലാണ് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പുതിയതായിട്ട് പുതിയ രൂപങ്ങളൊക്കെ പണിതിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇവിടെ പണിതിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നു നീങ്ങുകയാണ് ഗൈസ്. ഈ കുരിശുപള്ളിയുടെ അടുത്തായിട്ടൊരു കിണറുണ്ട്. ഗൈസ് അങ്ങനെ ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പ്രവേശന സമയം, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്നും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വീഡിയോ പ്യൂസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. നമ്മളിപ്പോൾ 14ാം സ്ഥലത്തെത്തി. ഗൈസ് നമുക്ക് ഇടത്തുവശത്തോടെ നടന്നു നീങ്ങാം. അവിടെ പുതിയ രൂപങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്. ഈ കുരിശുമലയിലൊരു ഓഫീസുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ രൂപങ്ങൾ പണിതെടുത്തിട്ട് അങ്ങോട്ടേക്ക് നീങ്ങാം. ഗൈസ് ഇവിടെ തീർത്ഥാടകർ ഒരുപാട് കുരിശുകളൊക്കെ കൊണ്ട് വച്ചിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ട് കയറാം പുതിയ രൂപത്തിൻ്റെ അങ്ങോട്ട്. ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പള്ളിയുടെ ഇടതുവശത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് പള്ളി. ഗൈസ് നല്ല കാറ്റ് വീശുന്നുണ്ട്.
നമുക്ക് ഇവിടുത്തെ ഇങ്ങോട്ട് കയറി നോക്കാം. ഗൈസ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തന്നെ നമുക്ക് പേടിയാവും, അത്രയും താഴ്ചയാണ് ഗൈസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് നട കയറി ചെന്ന് നോക്കാം. ഗൈസ് കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാം ഗൈസ്. ആണ് ഈശോയുടെ രൂപമാണ് ഇരിക്കുന്നത്. ഗൈസ് ഈ താഴെ ഷൂട്ട് ചെയ്യാൻ തന്നെ നമുക്ക് പേടിയാവും ഇവിടെ നിന്ന്, അത്രയും ഒരു ഭയാനകം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതിമനോഹരമാണ് ഗൈസ് ഇവിടുത്തെ കാറ്റിങ്ങനെ വീശുന്നത്. ഗൈസ് ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും മാറി വരുന്നതാണ്. ഒന്നെങ്കിൽ കാറ്റ്, ഒന്നെങ്കിൽ മഞ്ഞ്, ഒന്നെങ്കിൽ മഞ്ഞും കാറ്റും, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത്. അത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഗൈസ്. താഴെ ഭാഗം കാണുന്നത് അടിവാരം എന്ന സ്ഥലമാണ്. നമുക്ക് ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് നടന്നു നീങ്ങാം. ഗൈസ് പണ്ടൊരിക്കലേ എനിക്ക് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ താമസിച്ചത് അടിവാരത്തായിരുന്നു. അടിവാരത്ത് നിന്ന് വാഗമൺ കുരിശുമലയ്ക്ക് ഞങ്ങൾ മല കയറിയിട്ടുണ്ട്. അത് കുന്നും മലയെല്ലാം താണ്ടിയാണ് ഞങ്ങളന്ന് ഇവിടെ വന്നിരുന്നത്. അതൊരു ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന്. ഗൈസ് നമുക്ക് അടുത്ത രൂപത്തിലേക്ക് നടന്നു നീങ്ങാം. പക്ഷേ ഭയങ്കര കാറ്റാണ് ഗൈസ് ഇവിടെ വീശുന്നത്. അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. വാ ഗൈസ് നമുക്ക് കുരിശുപള്ളിയിലേക്ക് നടന്നു നീങ്ങാം. ഗൈസ് ഇതൊരു പാറയുടെ മുകളിലായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നതും. നമ്മളിപ്പോൾ നിൽക്കുന്നത് 4000 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. ഞാനങ്ങനെ ഗൈസ് പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. നമുക്ക് പള്ളിയുടെ ബാക്കിലോട്ട് പോകാം. അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഗൈസ് ഇതിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചേ പോകാവുള്ളൂ. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇതിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ സൂക്ഷിച്ചേ പോകാവുള്ളൂ. ഗൈസ് കണ്ടോ ഗൈസ്, ഗംഭീര വ്യൂ പോയിൻ്റാണ് ഇവിടെ. അയ്യോ അടിപൊളിയാണ് ഗൈസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇപ്പം പെട്ടെന്ന് ക്ലൈമറ്റ് മാറും. ഗൈസ് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു നീങ്ങാം. നമുക്ക് കുറച്ച് ദൂരം മാത്രമേ പോകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഭയങ്കര താഴ്വാരമാണ്. ഇതിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ തന്നെ ഞാൻ സൂക്ഷിച്ചാണ് നടന്ന് നീങ്ങുന്നതും. ഗൈസ് ഇപ്പോൾ ഇതേ മഞ്ഞിങ്ങനെ വരുന്നുണ്ട് ഗൈസ്.
ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ്, ഭയങ്കര കാറ്റാണ്. അങ്ങനെ ഞാൻ ചുറ്റിനും ഒന്ന് സെൽഫി വീഡിയോ എടുത്തു. ഗൈസ്, അങ്ങനെ ഞാൻ സ്റ്റാൻഡ് വെച്ച് ഒരു വീഡിയോ എടുത്തു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പള്ളിയുടെ ബാക്കിലാണ്.